അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷമീസ് കർവൾട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ഒരു സെക്കൻഡ്, നമ്മുടെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഒരു മിക്സിംഗ് ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ വലിപ്പമുള്ള ഒരു ഗ്ലാസ് എടുക്കുക, അതിനനുസരിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഉപ്പും മാവും എല്ലാ ഭാഗത്തും എത്തണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മാവളന്ന അതേ കപ്പിന്റെ അളവിന് തന്നെയാണ് വെള്ളവും എടുക്കേണ്ടത്. ആദ്യം 1 കപ്പ് ഒഴിച്ചു കൊടുത്ത് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് കുറേശ്ശെ ഒഴിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. ഇതുപോലത്തെ ഒരു ഹാൻഡ് വിസ്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു തടുത്തവി വെച്ചോ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. കുറച്ച് കട്ടിക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കുറച്ച് വെള്ളം കൂടി ചേർത്തു. വീണ്ടും 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ മുഴുവനും ചേർത്ത് കൊടുക്കാം. ഇതുപോലത്തെ ഒരു ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ പറ്റും. ബാക്കിയിരിക്കുന്ന വെള്ളം മുഴുവനും ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ എടുക്കുന്ന ഓരോ മാവിനും വെള്ളത്തിന്റെ അളവ് വ്യത്യാസം വരും. അതിനനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് മാവിന് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കട്ടകളൊന്നുമില്ലാതെ നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ആണ്. വെളുത്തുള്ളി ഒന്നുകിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുക്കാം. ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഈ വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിയിലാണ്, ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് മാവിന്റെ പരുവം. ഒരുപാട് അങ്ങ് ലൂസ് ആവാനും പാടില്ല, ഒരുപാട് കട്ടിയാവാനും പാടില്ല. കണ്ടോ, ഇതാണ് പരുവം. ഈ സമയം കൊണ്ട് ഇതിന് വേണ്ടിയിട്ട് ബെസ്റ്റ് കോമ്പിനേഷൻ ആയ പൊട്ടറ്റോ മസാല എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഫ്ലെയിം ഓൺ ആക്കി ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായി ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു നാടൻ ഫ്ലേവർ ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഈ ഓയിൽ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പൊ ഞാൻ 3 ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. 2 വിസിൽ കേൾക്കുന്നവരെ കുക്കറിലിട്ടാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഈ ഉരുളക്കിഴങ്ങ് ഈ ഓയിലിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെക്കുക. ഈ ഉരുളക്കിഴങ്ങൊന്ന് മൊരിഞ്ഞ് കിട്ടണം. ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ പിന്നെ പൊടിഞ്ഞിട്ട് പോകും. ഒരു 3 മിനിറ്റ് ആയപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഈ ഓയിലിൽ നിന്ന് നമുക്ക് മാറ്റാം. അപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത ഓയിൽ അതുപോലെ തന്നെ ഉണ്ട്. ഒട്ടും ഓയിലൊന്നും കുടിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ അതേ കടായി തന്നെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചില്ലേ, ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഓയിലിൽ നിന്നും 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിലൊന്ന് ചൂടായി വരട്ടെ. ഓയിൽ ഇതാ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരട്ടെ. കടുകെല്ലാം പൊട്ടി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഈ സവാള ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ഗോൾഡൻ നിറം ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വഴന്ന് കിട്ടും. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്ത് 1 ടീസ്പൂൺ ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്ത 1 ടീസ്പൂൺ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതിന്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആയിക്കിട്ട് 1 മിനിറ്റ് ഒന്നും വേണ്ട. 2 പച്ചമുളകാണ്. ഈ പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയോ ചോപ്പ് ചെയ്തെടുക്കുകയോ ചെയ്യുക. ഞാനിവിടെ 2 തക്കാളി ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പൊ 1 മിനിറ്റ് ആയപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി.
ഇനി ഫ്ലെയിം നല്ലോണം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. കുറച്ച് പൊടി ഐറ്റംസ് നമുക്ക് ചേർക്കാനുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ എടുത്താൽ മതി. ഇത് അധികം എരിവില്ലാത്തത് കൊണ്ടാണ് 1.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുള്ളത്. ഇനി പൊടിയുടെ പച്ചമണമെല്ലാം ഒന്ന് പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ നോർമൽ വാട്ടറാണ്. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. വെള്ളത്തിന്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. അപ്പൊ ഞാനിവിടെ 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളം വരെ എടുക്കാം. ഇപ്പൊ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. 2-3 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പൊ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ മൊരിയിച്ചെടുത്തില്ലേ ഉരുളക്കിഴങ്ങ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം. കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്തും എടുക്കാം. ഇപ്പൊ ഞാൻ ഇതുപോലെ ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി. ഒരു 2 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള പൊട്ടറ്റോ മസാല അത് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയും മതി. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെക്കുക. ഒരുപാടൊന്നും ചൂടാവണ്ട. നമ്മൾ കയ്യിൽ തൊടുമ്പോൾ ഉള്ള ചൂട് മാത്രം മതി. ചെറിയൊരു ചൂട് മാത്രം മതി. ഇനി നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ മാവാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വലുപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ചെറുതായിട്ട് പരത്തിയാൽ മതി. ഇനി ഒരു സൈഡ് മുഴുവനും ഒന്ന് ഡ്രൈ ആയി വരണം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. ഇപ്പൊ ഒരു സൈഡ് മുഴുവനും ഇതാ ഡ്രൈ ആയി പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വരുമ്പോൾ നമുക്ക് ഇതൊന്ന് കൈ വെച്ചിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം സോഫ്റ്റ് ആണ്, പൊടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് കൈ വെച്ചിട്ട് തിരിച്ചിടാൻ പറയുന്നത്. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിന്റെ ഇടയ്ക്ക് ഫ്ലെയിം വെക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് അമർത്തി കൊടുക്കരുത്, എന്നാൽ പിന്നെ ഇത് പൊടിഞ്ഞിട്ട് പോകും. ഇതുപോലെ ചെറിയ ചെറിയ കുമ്പളകൾ വരുമ്പോൾ ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് പ്രസ് ചെയ്യരുത്. ഇപ്പൊ ഞാൻ 2-3 പ്രാവശ്യം ഇതുപോലെ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ സൈഡിലെല്ലാം ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളെ പൂരിയൊക്കെ വീർത്ത് വരില്ലേ, അതുപോലെ വീർത്ത് വീർത്ത് വരുന്നതായിട്ട് കാണാം. ഒരു തുള്ളി ഓയിലിന്റെ ഒന്നും തന്നെ ആവശ്യമില്ല. ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പൊ നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട്. അപ്പൊ കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. രണ്ടാമത് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് വെള്ളം തളിച്ച് അതിന്റെ ചൂടൊന്ന് ക്രമീകരിച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇതുപോലെ കിട്ടില്ല. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലോണം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക. എന്നിട്ട് കീഴ്പോള ഒരു തുണി വെച്ച് തുടച്ചെടുക്കണം. എന്നിട്ട് വേണം മാവ് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാവ് നേരത്തെ ഒഴിച്ചതുപോലെ കോരി ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഒരു സൈഡ് ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ച് കൊടുക്കാം. ഇപ്പൊ പാനിൽ നിന്ന് വിട്ട് വന്ന് മുകൾ ഭാഗമൊക്കെ നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് വേണം ഇതൊന്ന് തിരിച്ചിടാൻ വേണ്ടിയിട്ട്.
അപ്പൊ കൈ വെച്ചിട്ട് ഇതുപോലെ തിരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞിട്ട് പോകും. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിന്റെ ഇടയ്ക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് അമർത്തി കൊടുക്കരുത്, എന്നാൽ പിന്നെ പൊടിഞ്ഞിട്ട് പോകും. ഇതുപോലെ ഒന്ന് കുമിളകൾ വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ബേക്കിംഗ് പൗഡറിന്റെയോ ബേക്കിംഗ് സോഡയുടെയോ ഒന്നും തന്നെ ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന്റെ ബെസ്റ്റ് കോമ്പിനേഷൻ നമ്മുടെ പൊട്ടറ്റോ മസാലയാണ്. ഇതിൽ മുക്കി വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക്